الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മുഅ്മിനുകളാണ്, വിശ്വാസികളാണ്. വിശ്വാസത്തിന് ഒരു സ്വഭാവമുണ്ട്. അതിങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കൂല, ഒരവസ്ഥയിൽ നിൽക്കുകയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. നമ്മുടെ ഈമാൻ തന്നെ ചിലപ്പോൾ വല്ലാതെ കൂടും, ചിലപ്പോൾ തീരെ കുറഞ്ഞു പോകും, ചിലപ്പോൾ ക്യാൻസറായി പോകും. ചില കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈമാൻ തന്നെ അവിടെ മാറി നിൽക്കുന്ന ഹദീസിൽ പറയും. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ എന്നൊക്കെ ഹദീസ്. വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാവില്ല. എനിക്ക് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഏതോ ആകട്ടെ, ഈമാൻ ഇങ്ങനെ കൂടെ കുറയൊക്കെ ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് അതൊന്ന് ചാർജ് ചെയ്യണം. അതിനാണ് ഈ വെള്ളിയാഴ്ചയിലെ കൂടിയിരുത്തൊക്കെ ഒരു നിർബന്ധ സംഗതിയായി റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കാക്കിയത്. റസൂലിന്റെ ഖുതുബയും ഒരു ഈമാനികമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ആമിനു. ഹദീസിൽ കാണാൻ കഴിയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഈമാനിനെ നിങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം ഇടക്കിടക്ക്. ആ ചർച്ച സഹാബാക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഒരു അയറാബി ഒരു ദിവസം വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ല റസൂലേ, നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, ശരി തന്നെ, ഈ അള്ളാഹ് കുറെ ദൂരത്താണോ? അങ്ങനെയാണെങ്കിൽ ഉച്ചത്തിൽ പഠിക്കണം. ഇനി അതല്ല അടുത്താണോ റസൂലേ? അങ്ങനെയാണെങ്കിൽ പതുക്കെ ചോദിച്ചാൽ മതിയല്ലോ കാര്യങ്ങളൊക്കെ. കുറെ സഹാബാക്കൾ വന്നിട്ട് റസൂലിനോട് വേറെ ചോദ്യം ചോദിക്കുകയാണ്, അല്ല റസൂലേ, ഏത് സമയത്താ ദ്വാരക്കേണ്ടത്? എപ്പോഴാണ് അള്ളാനെ കിട്ടുക? അങ്ങനെ ഉണ്ടല്ലോ, ഒരു അപേക്ഷ കൊടുക്കുമ്പോ അത് സമർപ്പിക്കപ്പെടുന്ന സാന്നിധ്യം അവിടെ ഉണ്ടാകണമല്ലോ. അതെപ്പാ? ജൂതന്മാര് വന്ന് പറയാണ്, അല്ല മുഹമ്മദേ, നീ പറയുന്ന അള്ളാഹ് ആകാശത്താണെന്ന് നീ പറയുന്നു, അത് തന്നെ 500 കൊല്ലത്തെ വൈദൂരം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ദൂരത്തിന്റെ വലുപ്പം പറയാൻ വേണ്ടി പലതും പറയുന്നു. അങ്ങനെയാകുമ്പോ ഇത്രയും അകലെയുള്ള നിന്റെ ഈ അള്ളാഹിനോട് എങ്ങനെ ദ്വാരിക്കുക, വിളിച്ചാ കേൾക്കോ എന്ന ചോദ്യമൊക്കെ ജൂതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അപ്പൊ എല്ലാറ്റിനും മറുപടിയായി അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ
186 ആയത്ത് ഇറക്കുക. എന്നെ സംബന്ധിച്ച് എന്റെ ദാസന്മാര് വന്നിട്ട് നിന്നോട് ചോദിക്കുന്നു. ഈ ഒരു ആമുഖത്തോട് കൂടി ഖുർആനിൽ ഒരുപാട് ചോദ്യത്തിന് മറുപടി പറയുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ആയത്തുകളിലൊക്കെ നീ അവരോട് മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയാറുള്ളതെങ്കിൽ ഇവിടെ ആ പ്രയോഗം അള്ളാഹു താല നടത്തിയില്ല. ചോദ്യം എന്നെ പറ്റിയാണല്ലേ. ഞാനിതാ ഇവിടെ ഉണ്ട്, എടെ ഏറ്റവും അടുത്തുണ്ട്, എന്നേക്കാൾ അടുത്ത് മറ്റൊന്നുമില്ലാത്ത വിധം ഞാൻ എന്റെ ദാസന്റെ അത്രയും സമീപത്തുണ്ട്, എന്നെ പറ്റിയാണ് അവർ ചോദിക്കുന്നതല്ലേ എന്ന രൂപത്തിൽ അള്ളാഹു മറുപടി പറഞ്ഞു. എന്നിട്ട് അവർക്ക് എന്താ അറിയേണ്ടത്? എന്നെ സംബന്ധിച്ച് ദുആ ചെയ്യുന്നവൻ, വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉടനെ ഉത്തരം ചെയ്യുന്നതാണ്. ഒരു കണ്ടീഷനുണ്ട്, അവര് ചോദിക്കുന്നതൊക്കെ ഞാൻ കൊടുക്കാം. എന്താ കണ്ടീഷൻ? ഞാൻ പറയുന്ന അവരും കേൾക്കട്ടെ, എന്റെ ആഹ്വാനങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യട്ടെ, എന്നെ അവർ വിശ്വസിക്കട്ടെ. എന്നെ വിശ്വസിക്കുകയും ഞാൻ പറയുന്നത് അവർ കേൾക്കുകയും ചെയ്യുന്നത് അതുവഴി എനിക്കെന്തെങ്കിലും ഉപകാരം കിട്ടാനാണോ? അല്ല, നേരെ മറിച്ച് അവരെന്നെ വിളിക്കുന്നതിന് ഞാൻ അങ്ങോട്ട് ഉത്തരം ചെയ്യുന്നത് അവർക്ക് ഉപകാരം കിട്ടാനാണ്. എന്നാൽ ഞാൻ പറയുന്നതിന് അവർ മറുപടി ചെയ്യേണ്ടത്, ഉത്തരം ചെയ്യേണ്ടത് എന്റെ ഉപകാരത്തിനല്ല. അല്ലഹും യർശുദൂൻ, അതിന്റെ ഉപകാരം ഒരിക്കലാണ്. അവർ സന്മാർഗത്തിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത് പോലെ അവർ ജീവിക്കട്ടെ. അള്ളാഹുവിന്റെ സാമീപ്യം പറഞ്ഞു തരുന്ന, അള്ളാഹുവിന്റെ മഅയ്യത്ത് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരായത്താണ് ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മോട് ഈ പറയുന്നത്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്, എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ദുആ സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. ദുആഇന്റെ പേരിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇവിടെ മധ്യസ്ഥന്മാര് വേണോ വേണ്ടേ, ഇസ്തിഹാസ പാടുണ്ടോ ഇല്ലേ, പല വിധത്തിലുള്ള വാദപ്രതിവാദങ്ങളും. ദുആ തന്നെയാണ് ചർച്ച. ആ ദുആയാണ് എങ്ങനെ എന്ന് കൃത്യമായി അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ദുആ ചെയ്യുന്ന നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുമ്പോ വളരെ പെട്ടെന്ന് അതിന്റെ ഇജാബത്ത് ഉണ്ടാകും. അള്ളാഹു ഒരിക്കലും അകലെയല്ല, എന്റെ സമീപത്താണ്. എത്ര മറ്റൊന്നിനും അത്ര സമീപത്ത് നിലയുറപ്പിക്കാൻ കഴിയാത്ത വിധം അള്ള കൂടെയുണ്ട്. എങ്ങനെ? എന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട്, സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട്, മറ്റാരും അറിയാത്തതിനെ പറ്റി അറിഞ്ഞുകൊണ്ട് അള്ളന്റെ കൂടെ ഉണ്ട്. ഒരാള് ഒരു റോഡിന് സ്ഥലം കൊടുത്തു, ആളുകളൊക്കെ പ്രശംസിക്കും, നല്ല ആളെന്നെ. ഒന്നുകൂടി കൂടി പറഞ്ഞു അദ്ദേഹം, ഒരു പള്ളിയും വേണമെങ്കിൽ ഉണ്ടായിട്ടോ, അതിനുള്ള സ്ഥലവും കൊടുത്തു. അതിന്റെ പരിസരത്ത് ബസ് സ്റ്റോപ്പിനോ ബസ് സ്റ്റാൻഡിനോ അതിനും സ്ഥലം കൊടുത്തു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് അല്ലാതെ പറയും അല്ലേ? പക്ഷേ ആ നിഗൂഢമായ മനസ്സിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ പരിസരത്തുള്ള സ്ഥലത്തിന് വില വർദ്ധിക്കണമെന്ന ഉദ്ദേശമാണ് ആ മനുഷ്യനുള്ളതെങ്കിൽ, ആ നിഗൂഢതയെ അറിയുന്ന, ആ രഹസ്യം അറിയുന്ന, മറ്റാരും അറിയാത്ത കാര്യം അറിയുന്ന റബ്ബ്, ആ റബ്ബ് ഒപ്പുണ്ട്. അവൻ അറിയാമല്ല, അവനാണ് വിചാരണ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹു അടുത്തുണ്ട് എന്ന ആ കാര്യം കൃത്യമായി അള്ളാഹു തആല നമ്മോട് പറഞ്ഞു തരുമ്പോ നമ്മുടെ ജീവിതത്തെ തന്നെ അത് നിയന്ത്രിക്കണം. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി ഫിർഔനിന്റെ അടുത്തേക്ക് പോകുമ്പോ പേടിച്ചു. ഒരു കൊലപാതകം നടത്തിയിട്ട് ഓടിയതാ. മിസ്റിൽ നിന്ന് തിരിച്ചു പോകുന്നത് കൂട്ടിലേക്ക് തന്നെയാണ്, കൊട്ടാരത്തിലേക്ക് തന്നെയാണ്.
പേടിയുണ്ട് റബ്ബേ അങ്ങോട്ട് പോകാൻ. അള്ളാഹ് പറഞ്ഞു, ഖാല ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട, ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, അസ്മഉ വ അറാ, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പൊ അള്ളാഹുവിന്റെ മഅയ്യത്ത്, അൽ മഅയ്യത്തുൽ ആമ്മ എന്ന് പറയാം, എല്ലാവരുടെ കൂടെയും അള്ളയുണ്ട്. അള്ളാഹുവിനെ അറിയാം, കൃത്യമായി അറിയാം, എല്ലാവരെ സംബന്ധിച്ചും എല്ലാം അറിയാം. അൽ മഅയ്യത്തുൽ ഖാസ്സയുണ്ട്, മുഅ്മിനീങ്ങളോടുകൂടെ ഒരു പ്രത്യേക പരിഗണനയോടുകൂടി അല്ലാഹു തആലയുണ്ട്. ആ അള്ളാഹുവിനോടാണ് നമ്മൾ ദുആ ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മനസ്സിന് ബോധ്യപ്പെടും, ഇല്ല, മറ്റൊരാളുടെ ആവശ്യം ആ റബ്ബിനോട് ചോദിക്കാനില്ല. പിന്നെ അവിടെ ഇസ്തിഗാസയോ തവസ്സുലോ ഒന്നുമില്ല. അള്ളാഹുവിനെ അറിയാതെ പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടാകുന്ന സംശയങ്ങളാണ് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, അവനിൽ തവക്കുലാക്കുമ്പോൾ, പലരും തവക്കുലാക്കാറുള്ളത് ഏതാണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇങ്ങ് നടത്തും, സ്വാധീനമുണ്ട്, പൈസ ഉണ്ട്, മക്കളുണ്ട്, 99% റെഡിയാണ്, ഞാൻ തന്നെ ആയിക്കോളും, പിന്നൊരു മൂമിനാണല്ലോ, തവക്കുലൊക്കെ വേണ്ടേ, 1% ഒരു തവക്കുലും. അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ്, അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത, ആ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. എല്ലാം അനുകൂലമാണെങ്കിലും എന്റെ കാര്യം അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അസ്ബാബുകളുടെ ലോകത്താണ് നമ്മൾ ഉള്ളത്. ആരാണ് നമ്മുടെ അള്ളാഹു? അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചെറിയ കാര്യം നടത്തി തരുന്നവനാണ്. അങ്ങനെ ചിലപ്പോൾ അള്ളാഹു ചെയ്യും. അതുപോലെ ഈക്വലായ തത്തുല്യമായ കാരണങ്ങൾ കൊണ്ട് തത്തുല്യമായ കാര്യങ്ങൾ നടത്തി തരുന്നവനാണ്. അങ്ങനെയും അള്ളാഹു ചെയ്യാറുണ്ട്. ചെറിയ കാരണങ്ങൾ കൊണ്ട് വലിയ കാര്യം അള്ള നടത്തി തരാറുണ്ട്. കാരണങ്ങൾക്ക് വിരുദ്ധമായും അള്ള കാര്യങ്ങൾ നടത്താറുണ്ട്. അതല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ടപ്പോൾ നമ്മൾ കണ്ടത്. അപ്പൊ നമ്മളുടെ കാരണങ്ങളോ ഇതൊന്നുമല്ല വിഷയം. കാര്യം നടത്തി തരുന്നവൻ അള്ളാഹുവാണ്. അവൻ സമീപസ്ഥനാണ്. അവൻ ഉദ്ദേശിച്ചതേ നടക്കൂ. അതെത്ര ചെറുതായാലും അതെത്ര വലുതായാലും അള്ള നടത്തി തരണം. ഇന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് കാര്യങ്ങളാണ് മാറ്റിവെക്കൂ. വീട്, ജോലി, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം പോലുള്ള കുറച്ച് കാര്യങ്ങൾ, ആ കാര്യത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്യും. ബാക്കിയൊന്നും അള്ളാഹിനോട് പറയുന്ന പ്രശ്നമില്ല. അങ്ങനെയല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അവന്റെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും സമീപസ്ഥനായ റബ്ബിനോട് മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനാണ് അള്ളാഹു അടുത്തുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അടുത്തുണ്ടെങ്കിലും മനുഷ്യൻ അകന്നു പോകും. മനസ്സുകൊണ്ട് എത്രയാണോ അള്ളാഹുവിൽ നിന്ന് അകലുന്നത് അത്രയാണ് അള്ളാഹുവുമായുള്ള ദൂരം പരിഗണിക്കപ്പെടുന്നത്. അള്ളാഹ് എത്ര അടുത്തുണ്ടായിരുന്നിട്ട് എന്താ കാര്യം? ഇവന്റെ മനസ്സിങ്ങനെ അകന്നു പോകാണ്. അപ്പോ ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സഹാബാക്കളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്കിത് നല്ലോണം ബോധ്യപ്പെട്ടു. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിനെ കാണുകയാണ്. റസൂലിന് വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ സാന്നിധ്യത്തിൽ. മലക്കുകളുടെ പെരുമാറ്റം അവർക്ക് റസൂലിന് അങ്ങനെ ഉണ്ടാകുന്നു എന്ന് അവർക്ക് അനുഭവപ്പെടുകയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ ജിബ്രീലിനെ പോലും അവർ കാണുകയാണ്. മദീനത്തെ പള്ളിയിൽ വന്ന് ഈമാനും ഇസ്ലാമും പഠിപ്പിച്ചു കൊടുക്കാൻ റസൂലിന്റെ അടുത്തിരുന്ന് ചോദിച്ചതും റസൂല് മറുപടി പറഞ്ഞതും ജിബ്രീൽ തിരിച്ചു പോയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തില്ല വന്നത് ജിബ്രീലാണ് എന്ന്. അങ്ങനെ മലക്കുകളുടെ വരവും പോക്കൊക്കെ ചില സന്ദർഭങ്ങളിൽ മലക്കാണ് എന്ന് മനസ്സിലാകാതെ അവർ കാണുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു. അവർ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിന് അള്ളാഹ് മറുപടി പറയുന്നു.
അപ്പൊ അള്ളാഹുവിനോട് തന്നെ ചോദിച്ച് അള്ളാഹു തന്നെ മറുപടി പറയുന്ന വിധത്തിലുള്ള ഒരനുഭവം അവർക്കുണ്ടാകുന്നു. അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അവർക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്, എന്നോട് ദുആ ചെയ്താൽ എന്നെ വിളിക്കുന്നവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലോണം പ്രതിഫലിക്കണം. അതെ, ഞാൻ അള്ളാഹിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹ് കേൾക്കാതിരിക്കുകയില്ല, അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എന്റെ അപേക്ഷ അള്ളാഹുവിങ്കൽ എത്താതിരിക്കുകയില്ല. പലർക്കും സംശയമാണ്. അതുകൊണ്ടാണല്ലോ പലരോടും സഹായാർത്ഥന നടത്തുന്നത് മുസ്ലിം സമൂഹത്തിലുള്ള പല ആളുകളും. ഞാൻ ചോദിച്ച അള്ളാഹ് പരിഗണിക്കൂലേ? പരിഗണിക്കുമെന്ന് തീർച്ചയായിട്ടും അള്ളാഹു പറയാണ്. ചിലപ്പോൾ ചോദിച്ചാൽ ചോദിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് അള്ളാഹ് തരിക. ഈ ചോദിക്കുന്നവന്റെ അവസ്ഥയും കൂടി പരിഗണിച്ചിട്ട് കൂടുതൽ മെച്ചപ്പെട്ടത് തരുന്നവനാണ് അള്ളാഹു. ഇതെല്ലാം കൃത്യമായി ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് വേണ്ടത് ഫല്യസ്തജീബൂലി വൽയുമിനൂ ബി, അള്ളാഹു പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാമെന്ന പ്രതിജ്ഞ എടുക്കുകയും അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു സമീപസ്ഥനാണ്, അവൻ വിളി കേൾക്കും, ഉത്തരം കേൾക്കും എന്നൊരുപാട് ആയത്തുകളിൽ ആവർത്തിച്ച് അള്ളാഹു പറയുന്നു, ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അള്ളാഹുവിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങുക. ഇന്ന റബ്ബി ഖരീബും മുജീബ്. സാലിഹ് നബി പഠിപ്പിക്കുകയാണ്, ഇന്ന റബ്ബി ഖരീബ്, എന്റെ നാഥൻ സമീപസ്ഥനാണ്, മുജീബുൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവനാണ്. ഇതങ്ങ് കേട്ടപ്പോ സാലിഹ് നബിയുടെ അനുയായികൾ പറഞ്ഞു, ഇത് പുത്തൻ വാദമാണ്. ഈ ആശയം ആരെപ്പോൾ പറഞ്ഞോ അത് പുത്തൻ വാദമാണെന്ന് തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞു, ഖാലൂ യാ സാലിഹ്, ഓ സാലിഹേ, ഖദ് കുന്ത ഫീനാ മർജൂവൻ, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രതീക്ഷയുള്ള ആളായിരുന്നു, നീ ആരൊക്കെയോ ആയിത്തീരും എന്നൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വളർന്നു വരുമ്പോൾ നിന്നെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഖബല ഹാദാ, ഇതിനു മുമ്പ്, ഈ ആശയം പറയുന്നതിന് മുമ്പ്. അതൻഹാനാ അൻ നഅബുദ മാ യഅബുദു ആബാഉനാ, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതൊന്നും വേണ്ട എന്നാണോ നീ പറയുന്നത്? വ ഇന്നനാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഉനാ ഇലൈഹി മുരീബ്, അവിശ്വാസജനകമായ സംശയത്തിലാണ് ഞങ്ങൾ ഉള്ളത് നിന്നെ സംബന്ധിച്ച്. നിങ്ങൾ എന്താണ് ഇങ്ങനൊന്ന് പറയുന്നത്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ആളുകൾക്ക്, അത് അംഗീകരിക്കാത്ത ആളുകൾക്ക് ഒരു പുതിയ ആശയമായിട്ടാണ് തോന്നുക. അതാണ് പരമയാഥാർത്ഥ്യം. നമ്മുടെ സൃഷ്ടാവ്, നമുക്കെല്ലാം നൽകിയവൻ ആ അള്ളാഹുവാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നവൻ എന്ന് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞാലും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ എന്തോ ഒരു മടിയാണ്. ഇവിടെയാണ് ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതിന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണോ ചോദിക്കാനുള്ളത് അള്ളാഹിനോട് ചോദിക്കാം. ദുനിയാവാണോ വേണ്ടത് അള്ളാഹിനോട് ചോദിക്കാതെ തരും. കാരണം ദുനിയാവ് അള്ളാഹിന്റെ കയ്യിലാണ്. ആഖിറാണോ വേണ്ടത് അള്ളാഹിനോട് ചോദിക്കാം, അള്ളാഹു തരും. ആഖിറും അള്ളാഹിന്റെ കയ്യിലാണ്. മാലിക് യൗമുദ്ദീൻ, ഉടമ റബ്ബാണ്. ദുനിയാവും ആഖിറവും വേണോ? രണ്ടും അള്ളാഹിനോട് ചോദിക്കാം, അള്ളാഹു തരും. രണ്ടിന്റെയും ഉടമ അള്ളാഹുവാണ്. അള്ളാഹു ചോദിക്കുന്നത് പ്രതീക്ഷിച്ച് നിന്നുകൊണ്ടിരിക്കുകയാ. എന്തിന്? അത് തരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അള്ളാഹ് എന്തിനാ തൗബ ചെയ്യാൻ പറഞ്ഞത് നമ്മളോട്? തൗബ സ്വീകരിക്കാനാണ്. നമ്മുടെ തൗബ സ്വീകരിക്കാനാണ് നമ്മോട് അള്ളാഹു തൗബ ചെയ്യാൻ പറഞ്ഞത്. അള്ളാഹു അതിന് തയ്യാറായിരിക്കുകയാണ്. നേരെ മറിച്ച് മനുഷ്യന്മാരങ്ങനല്ല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു, ഒരു വട്ടം ചോദിച്ചാൽ കൊടുത്തെന്നിരിക്കും, രണ്ടു വട്ടാകുമ്പോഴേക്ക് സംശയിക്കും. അതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ഓനെ കാണുമ്പോൾ ഓടും. എന്തോ ചോദിക്കാൻ വരികയാണ്. അങ്ങനെയാണ് മനുഷ്യൻ. അള്ളാന്റെ സ്തുതി എന്താ? യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറയാ, എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹിനോട്. ഭൂവാസികളും ആകാശവാസികളും അവരുടെ ആവശ്യങ്ങളെല്ലാം നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ,
അള്ളാഹുവിൻ്റെതായ ഷഅൻ, അവന്റെ കാര്യമുണ്ട്. എന്താ അള്ളാഹുവിന്റെ കാര്യം? ഇവൻ ചോദിച്ചിരിക്കുന്നു, അവന് കൊടുക്കണം. അതുപോലെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ചെലവാക്കുന്നവന് കൂടുതൽ കൊടുക്കും. കുറെ ആളുകൾ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് കൂടുതൽ കൊടുക്കൽ അള്ളാന്റെ പണിയാണ്. അള്ളാഹു ഒരുപാട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അതെല്ലാം നിറവേറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റബ്ബ്. അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് ഈ രൂപത്തിലൊക്കെ ചെയ്തു കൊടുക്കുന്ന ഈ പണിയുണ്ടല്ലോ, ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ഒരു പ്രഖ്യാപനമാണ് റബ്ബിന്റെ. ഞാനങ്ങ് ഒഴിഞ്ഞു വരും, പണിയൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളെ വിചാരണ ചെയ്യാൻ വരും. അത് പൂർണ്ണമായിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാനങ്ങ് വരും. ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന പണിയാ എന്റെ പണി. അപ്പൊ അങ്ങനെ നിരന്തരമായി തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബിലേക്ക് മടങ്ങാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചിടത്ത് അള്ളാനെ കിട്ടണോ? നമ്മൾ വിചാരിച്ചതുപോലെ അള്ളാഹു പ്രവർത്തിക്കണോ? എങ്കിൽ അള്ളാഹ് വിചാരിച്ചതുപോലെ നമ്മൾ നടന്നു കൊടുക്കണം. അങ്ങനെയാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുക. നീ വിചാരിച്ചതുപോലെ അള്ളാഹ് വേണോ? അള്ളാഹ് വിചാരിച്ചിടത്ത് നിന്നെ കിട്ടട്ടെ. ഇനി അതല്ല, അള്ളാഹ് വിചാരിച്ചതുപോലല്ല, പറഞ്ഞതുപോലല്ല, നീ നിന്റെ ഇഷ്ടത്തിനാണ് നടക്കുന്നതെങ്കിൽ നീ വിചാരിക്കുന്നതിൽ കുറെ പ്രയാസപ്പെട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചോ. അള്ളാഹ് ഉദ്ദേശിച്ചതേ സംഗതി നടക്കൂ. നിന്റെ കാര്യം നീയാ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് പ്രയാസം ഉണ്ടാവും. കാര്യം അള്ളാഹ് വിചാരിച്ചതുപോലെ നടക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു തആല ഉത്തരം ചെയ്യുന്നത് ഈ വ്യക്തിയുടെ അവസ്ഥ നോക്കിയിട്ടാണ്. ചിലപ്പോ ചോദിച്ച പാലത്തിലും, ചിലപ്പോ അവിടെ മാറ്റിവെക്കും. ഈ രൂപത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് ചോദിച്ചത് അള്ളാഹ് തരുന്നത് നമ്മുടെ അർഹത കൊണ്ടൊന്നുമല്ല, നമ്മൾ അതിന് അർഹനായിട്ടല്ല. പിന്നെയോ അള്ളാന്റെ ഫളിലാണ്. അള്ളാന്റെ ഫളിലായത് കൊണ്ട് തന്നെയാ ചോദിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അവനെ പ്രശംസിക്കുന്നു. എന്തിന്? നമ്മുടെ അർഹതപ്പെട്ടൊന്നുമല്ല ചോദിക്കുന്നത്, അള്ളാന്റെ ഫളിലുകൊണ്ട് തരിക. അപ്പൊ അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് ഹംദ് ചെയ്തുകൊണ്ട് ദുആയുടെ മര്യാദ പാലിക്കുന്നതിന്റെ രഹസ്യം അതാണ്. ഇനി മദ്ലൂമായ ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ട്. അവൻ മുസ്ലിം അല്ലെങ്കിലും മനുഷ്യനല്ലെങ്കിലും ജീവജാലങ്ങൾ ഏതോ ആകട്ടെ, ആക്രമിക്കപ്പെട്ടാൽ ആ മദ്ലൂമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരണ്ട്. അതും അർഹത കൊണ്ടല്ല, അത് അള്ളാന്റെ നീതി നടപ്പിൽ വരുത്തുകയാണ്. അവിടെ ഈമാൻ നോക്കൂല, അവിടെ ഇസ്ലാം നോക്കൂല, നടപടി നോക്കൂല. അള്ളാഹ്ക്കൊരു നീതിയുണ്ട്. ആ നീതി അക്രമം പാടില്ല എന്നതാണ്. ആക്രമിക്കപ്പെട്ടവൻ അള്ളാഹിനോട് കൈയുയർത്തി അള്ളാഹുവിനോട് ചോദിച്ച അള്ളാഹ് ഉടനെ ഇടപെടും. അതിൻ്റെ ഇടയിൽ യാതൊരു മറയുമില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എല്ലാ വിഷയവും അള്ളാഹുവിനോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് മാർഗദർശനം ചെയ്യുമ്പോ ആ രൂപത്തിലാ പഠിപ്പിച്ചത്. നേതാവായി നിൽക്കാൻ വേണ്ടിയിട്ട് ആളുകളെ റസൂലിലേക്ക് അടുപ്പിക്കുകയല്ല ചെയ്തത്. ഭക്ഷണം കഴിക്കാനോ റബ്ബിനോട് പറഞ്ഞോ, ബിസ്മില്ലാ കഴിച്ചു കഴിഞ്ഞ അള്ളാഹിനോട് പറഞ്ഞോ, വാഹനത്തിൽ കയറാനോ അള്ളാഹിനോട് പറഞ്ഞു കയറിക്കോ, അള്ളാഹുവിന്റെ ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ റബ്ബിനോട് ചോദിച്ചിട്ട് ഉപയോഗിച്ചോ. ആളുകളെ പിടിച്ചിട്ട് അള്ളാഹുവുമായി ചേർത്ത് കെട്ടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അത് തന്നെയാ റസൂലിന്റെ ജീവിതത്തിൽ റസൂലുള്ളാഹി പ്രാവർത്തികമാക്കിയത്. അള്ളാന്റെ റസൂലിനെ ഫഖർ കൊണ്ട് പരീക്ഷിച്ചില്ലേ അള്ളാഹു? അതിശക്തമായ ഫഖർ, ദാരിദ്ര്യം. 2-3 മാസക്കാലം അടുപ്പിന് തീ കത്തിക്കാത്ത ദിവസം ഉണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞില്ലേ? അസ്വദാനി, കാരക്കയും വെള്ളവും മാത്രമായിരുന്നു ഞങ്ങളുടെ ആഹാരം എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഫഖർ കൊണ്ട് അല്ലാഹു തആല റസൂലിനെ പരീക്ഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായ സ്ഥാനത്ത് നിന്നു. ആ ഫഖർ എങ്ങനെ കൈകാര്യം ചെയ്യണം,
റീന കൊണ്ട് പരീക്ഷിച്ചു, ഐശ്വര്യം കൊടുത്തു റസൂലിന്. ആ ഐശ്വര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, പരിപൂർണമായ സ്ഥാനത്ത് നിന്ന് റസൂല് കാണിച്ചു കൊടുത്തു. റസൂല് മഖ്ബൂറായില്ലേ, റസൂല് വിജയപ്പെടേണ്ടി വന്നില്ലേ, ആക്രമിക്കപ്പെട്ടില്ലേ, തായിഫില് വെച്ച് മറ്റുള്ളവരുടെ കീഴിലായില്ലേ. അങ്ങനെ കീഴിലാക്കപ്പെട്ടാൽ എങ്ങനെ കീഴിലായി നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായ സ്റ്റാൻഡ് എടുത്തിട്ട് പഠിപ്പിച്ചു. അള്ളാന്റെ റസൂല് അള്ളാനോട് പറഞ്ഞു, റബ്ബേ, നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ ഭൂവാസികൾക്ക് എന്നെ വേണ്ട, പക്ഷെ ആകാശത്തുള്ള നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ ഭാഗം ക്ലിയറാക്കിയപ്പോ അള്ളാഹ് എടുത്തുകൊണ്ട് പോയതല്ലേ മിഅ്റാജ്. ഭൂവാസികൾക്ക് നിന്നെ വേണ്ട അല്ലേ, എനിക്ക് വേണം. തായിഫിന് ശേഷമാണ്, സംഭവത്തിന് ശേഷമാണ് അള്ളാഹു ഇസ്രാ മിഅ്റാജ് സംഘടിപ്പിച്ചത്. അള്ളാഹുവുമായി ചേർത്ത് നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഖഹറിന് ശേഷം മക്കം ഫത്ഹായി കിട്ടി, പൂർണ്ണമായ ഇന്തിസാർ കിട്ടി, അള്ളാന്റെ സഹായം കിട്ടി. അങ്ങനെ കിട്ടിയപ്പോ അവിടെയും മൗഖിഫും കാമിൽ, പൂർണ്ണമായ സ്റ്റാൻഡ്, വിട്ടുവീഴ്ചയാണ്, പ്രതികാരമില്ല. അങ്ങനെ എല്ലാ രംഗത്തും റസൂല് തിളങ്ങി നിന്നപ്പോ അല്ലാഹു തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയുണ്ട് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക്. നിങ്ങളും അതുപോലെയായിരിക്കണം. എല്ലായ്പ്പോഴും അല്ലാഹുവുമായി ചേർന്ന് നിൽക്കണം, അല്ലാഹുവിലേക്ക് മടങ്ങണം. അതാണ് ദീന് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പോ അല്ലാഹുവിനെ മനസ്സിലാക്കുക, അല്ലാഹുവിനെ ആലോചിക്കുക, അല്ലാഹുവിനെ പഠിക്കുക, എന്നിട്ട് ദുആ ചെയ്യുക, സ്വകാര്യം പറയുക റബ്ബിനോട്, എല്ലാ വിഷയവും റബ്ബിനോട് തന്നെ ചോദിക്കുക. അങ്ങനെ വരുമ്പോ റബ്ബ് നമ്മെ സ്വീകരിക്കും. അങ്ങനെ റബ്ബ് സ്വീകരിച്ച മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിഹി ലി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് സ്വന്തം നമസ്കരിക്കുന്നത് പോലെയല്ല, ചില പ്രത്യേക നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു 20 ഇരട്ടി കൂലിയൊക്കെ ഈ സംഘ നമസ്കാരത്തിന് നമുക്ക് ലഭിക്കുന്നത്. അതിൽ മുതാബ എന്ന വിഷയം, അഥവാ ഇമാമിനോട് തുടരുക എന്ന വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നി പറയാറുണ്ടായി. ചില ഹദീസുകൾ കാണാം, ഇമാമായിട്ട് ഒരാളെ നിർത്തിയത് തന്നെ അദ്ദേഹത്തോട് തുടരാനാണ്. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ മുന്നിൽ നിർത്തുന്നത് അദ്ദേഹത്തോട് തുടരാനാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് വിപരീതം ചെയ്യരുത്. ഇമാമ് തക്ബീർ കെട്ടിയാൽ നിങ്ങൾ തക്ബീർ കെട്ടുക. എന്താണ് ഈ മുതാബഅ? മുതാബഅ എന്ന് പറഞ്ഞാൽ ഇമാം ഒരു പ്രവൃത്തി ചെയ്താൽ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാം. ചില ആളുകൾ ഇമാമിന്റെ കൂടെ ചെയ്യും. ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒപ്പം തന്നെ പോകും. അതിന് മുതാബഅ എന്നല്ല പറയാം, അതിന് പറയാം മുവാഫഖ, ഒപ്പം ചെയ്യാം. മുവാഫഖയല്ല വേണ്ടത്, മുതാബഅയാണ്. ഇമാം ചെയ്തതിന് ശേഷം ചെയ്യാം, താമസം വിനാ ചെയ്യാം, കുറെ താമസിപ്പിക്കരുത്. ആ പണിയും കഴിഞ്ഞിട്ട് ഇമാമിന് നിന്നിട്ട് പോകുക, അത് പറ്റൂല. അപ്പൊ ഇമാമിന്റെ ഒപ്പമല്ല, ഇമാം ചെയ്തതിന് ശേഷമാണ്. ഇമാമിന് ഒപ്പം ചെയ്യേണ്ട ഒറ്റപ്പണിയേ ഉള്ളൂ നിസ്കാരത്തിൽ. അതെന്താ? ആമീൻ പറയുന്നത്. ഇമാമ് ആമീൻ പറയുമ്പോ ഒന്നിച്ച് ആമീൻ പറയാം. ഇതിനൊക്കെ ഹദീസ് ഉണ്ട്. അതായത് മലക്കുകൾ ആ സമയത്ത് ആമീൻ പറയുന്നുണ്ട്. നമ്മുടെ ആമീനും മലക്കുകളുടെ ആമീനും എല്ലാം ഒത്തു വന്നാൽ പാപങ്ങൾ കുറക്കപ്പെടും എന്നൊക്കെ ഹദീസുണ്ട്. അപ്പൊ ഏതായാലും ഒന്നിച്ച് ചെയ്യേണ്ടത് ആമീൻ പറച്ചല് മാത്രമാണ്. അല്ലാത്തതൊക്കെ ഇമാം ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ചില ആളുകൾ തഖല്ലുഫ്, വേണ്ടത്
മുതാബഅയാണ് ഇമാം ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചെയ്യാം. ചിലർ ചെയ്യാറുള്ളത് മുവാഫഖ ഇമാമിനോടൊപ്പമാണ്, അത് ശരിയല്ല. ചില ആളുകൾ ചെയ്യാറുള്ളത് തഖല്ലുഫ്, പിന്തുക. ഇമാം അങ്ങനെ പോകുന്നുണ്ട്, മുപ്പര് 10 മിനിറ്റ് വൈകിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട് നിസ്കാരത്തില്, ഇമാമ സുജൂദിന്നൊക്കെ അങ്ങ് പോയിട്ടുണ്ട്, എന്നിട്ടാ മുപ്പര് സുജൂദിലേക്ക് പോകുന്നത്, അതിന് തഖല്ലുഫ് എന്നാ പറയാ, അതും ശരിയില്ല. പിന്നെ ഒരു വളരെ മോശം പരിപാടിയുണ്ട്, മുസാബഖ. ഇമാമിന്റെ മുന്നിൽ പോവുക. ഇമാമ സുജൂദിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മുപ്പര് സുജൂദിൽ എത്തിയിട്ടുണ്ട്, ഇമാമ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന്റെ മുമ്പ് മുപ്പര് എഴുന്നേറ്റിട്ടുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പേടിക്കുന്നില്ല ഈ കൂട്ടര്, അവരുടെ തല കഴുതേണ്ട തല പോലെ ആക്കി കളയുന്നത് പേടിക്കുന്നില്ലേ? ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് മുഹദ്ദിസുകൾ പറയുന്നത്, നാളെ മഹ്ശറയിൽ വരുമ്പോ ഒറിജിനൽ കൈതത്തല പോലെ ഉണ്ടാവും, മനുഷ്യന്റെ ഉടലും കൈതന്റെ തലയും. അതാണ് ആ പറഞ്ഞത്. ഇനി അതല്ല, ബുദ്ധി കുറയുന്നതിന്റെ കാര്യത്തിൽ കൈതയെ സാധാരണ പറയാറുണ്ടല്ലോ, ബുദ്ധി ഇല്ലാണ്ടായി പോകുമെന്നാണ് ആ പറഞ്ഞത് എന്നൊക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു താക്കീത് എന്ന നിലയ്ക്ക് ഒരു കാരണവശാലും ഇമാമിന്റെ മുന്നിൽ പോകുന്ന പരിപാടി ഉണ്ടാകരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇമാമും ജമാഅത്തിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ സുന്നത്തനുസരിച്ച് നമസ്കരിക്കാനും മറ്റു ഇബാദത്തുകൾ ചെയ്യാനും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിമായി ജീവിക്കാനും ഈമാനോടുകൂടി മരണപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഒരുപാട് അപാകതകൾ സംഭവിച്ചവരാണ്, നീ പൊറുക്കണേ റഹ്മാനെ, നീ പൊറുക്കണേ റഹ്മാനെ. നിന്റെ സാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. സുഹൃവലയങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും രോഗം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന ആളുകളുണ്ട്, ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.